നാട്ടിന്നാണല്ലോ. ഇനിയിപ്പോ എന്ത് ചൊറിയണോ? ഹലോ, സുരേഷ്. എന്താണ്? ഇല്ല, ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലാണുള്ളത്. 5 മണിക്കൂറല്ലേ ഉള്ളൂ. ജോലിയൊക്കെ സുഖമാണ്. അല്ല, ചില ആൾക്കാരൊക്കെ ഇവിടെ ഗാർഡനിലും ഈ കൺസ്ട്രക്ഷൻ മീലൊക്കെ പണിയെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ കുറച്ച് പ്രയാസം തന്നെയാണ് ഈ വെയിലത്തൊക്കെ ഒന്ന് ജോലി എടുക്കുക എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഖമാണ്. AC റൂമിലാണല്ലോ. എന്താ വിളിച്ചത്? അത് ശബ്ദമായി. AC വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ശബ്ദമാണ്. ഇല്ല, വരവ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. അടുത്ത് വരും. iPhone 7. എത്ര GB വേണ്ടത്? കേൾക്കണില്ലല്ലോ. ഞാൻ iPhone 7 സംസാരിക്കണേ. എന്റെ ഫോണിന് കുഴപ്പമൊന്നുമില്ല, കേൾക്കണില്ലാന്ന്. അതെ, ഞാൻ ഈ റൂമിലെ ഈ AC വിൻഡോ ഒക്കെ അടച്ചെടുക്കണം. അതുകൊണ്ട് റേഞ്ചിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങട്ടെ. ഒന്ന് ഹോൾഡ് ചെയ്യും. ഹലോ, ഇപ്പൊ കേൾക്കണുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, റൂമില് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി, അതുകൊണ്ടാണ്. അപ്പൊ 7 എത്ര GB എന്ന് പറഞ്ഞേ? 120. ഏതാ കളറ്? ബ്ലാക്ക്. അതെനിക്കറിയാം. ബ്ലാക്ക് മാറ്റിന് കുറച്ച് വില കൂടുതലുണ്ട് എന്നുള്ളത്. എന്തായാലും ഞാൻ വരുമ്പോ കൊണ്ടുവരാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. എന്നെ ഒരാള് വിളിക്കുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ട്. ഗ്ലോബൽ വില്ലേജിൽ പോണെന്നാണ്. ഇവിടെ എൻജോയ്മെന്റ് തന്നെ അല്ലേ ഉള്ളൂ. 10 ലക്ഷം. എന്നാ ശരിട്ടാ, പിന്നെ വിളിക്കാം. അങ്ങനെ ഫോണൊന്നും എടുക്കട്ടല്ലോ. iPhone 7 വേണത്തിലാണ്. നമ്മളിവിടെ വന്നിട്ട് 10-36 കൊല്ലായി. iPhone 1 തന്നെ മേടിക്കാൻ പറ്റിയില്ല. അതിന്റെ ഒക്കെ ഒരു വർത്താനേ. നീ വിളിക്കുമ്പോ ഫോൺ എൻഗേജ് ചെയ്യുന്ന സുരേഷ് വിളിച്ചിരുന്നു നാട്ടിൽ നിന്ന്. ഇല്ല, അത് ഒരു iPhone 7 കൊടുത്തേക്കാണ്. അതും 28 GB ഉണ്ട്. 128. അല്ല, അവന്റെ ഒക്കെ ധാരണ ഇവിടെ കജൂറിന്റെ മുകളില്, ഈത്തപ്പനയുടെ മുകളില് iPhone 7 ആണ് കഴിക്കാന്നുള്ള തോന്നല. അതൊക്കെ പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാ. ഈ നാട്ടില് ലീവിന് പോകുമ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചിട്ട് റെന്റക്കാറും മോട്ടോർ സൈക്കിളും സ്പ്രേ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന് കാണുമ്പോ ഇവർക്ക് തോന്നും ഇവിടുന്ന് വാരിക്കോരി കൊണ്ടുവരാന്ന്. നീ എന്താ വിളിച്ചത്?